ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കോസ് വണ്ടർ വേൾഡ്. നമ്മുടെ ഒക്കെ വീട്ടിൻ്റെ മുറ്റത്ത് ആനയുണ്ടെന്ന് എൻ്റെ കൂട്ടുകാർ വിശ്വസിക്കുമോ? ഇത്രയും വലിയ ജീവി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കണ്ണ് കാണില്ലേ എന്ന് കൂട്ടുകാർ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കൊമ്പനാനെ കുറിച്ചല്ല കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ വീട്ടുമുറ്റത്ത് താമസിക്കുന്ന ഒരു ഇത്തിരി കുഞ്ഞനെയാണ്. ആ ഇത്തിരി കുഞ്ഞൻ്റെ പേരാണ് കുഴിയാന. നിങ്ങളെല്ലാവരും വീട്ടിൻ്റെ അകത്തിരിക്കാണ്ട് ഒന്ന് പുറത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കുഴി കാണുന്നുണ്ടോ നോക്കിയേ. ഇതാണ് കുഴിയാനേൻ്റെ വീട്. കുഴി ചിലപ്പോൾ കൂട്ടുകാർ കണ്ടിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിൻ്റെ അകത്തുള്ള കുഴിയാനേനെ കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിൽ ഇതാണ് ആശാൻ. ചെറു ചൂടുള്ള കാലാവസ്ഥയാണ് ഇവർക്ക് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഇവരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇവന്മാർ കുറേ ഉണ്ട്. ഒന്ന് മുറ്റത്തിലേക്ക് നോക്കിയാൽ മതി. നനവില്ലാത്ത മണ്ണിലും പൊടി മണലിലും ആണ് ഇവർ കുഴി ഉണ്ടാക്കാറ്. ചില സ്ഥലങ്ങളിൽ അവർ വലിയ കോളനി തന്നെ ഉണ്ടാക്കാറുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? ഇവർ പുറകോട്ടാണ് നടക്കുന്നത്. ഇവർ മണ്ണിൽ കുഴി ഉണ്ടാക്കുന്നതും ഇങ്ങനെ പുറകോട്ട് കുഴിച്ച് തന്നെയാണ്. സാധാരണ ഐക്കോൺ ഷേപ്പിലാണ് ഇവരുടെ കുഴികൾ കാണാറ്. മണൽക്കോടെ നടന്നു പോണ കുഞ്ഞുറുമ്പുകളും എട്ടുകാലികളും ഒക്കെ കാലിൽ തെറ്റി അതിലേക്ക് വീണു പോകും. അപ്പം തന്നെ നമ്മുടെ കുഴിയാന അവരെ ക്യാച്ച് ചെയ്യും. എന്നിട്ടൊരു ചെറിയ വിഷം കുത്തി വെക്കും. അപ്പോൾ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. വേറൊരു കാര്യം കൂട്ടുകാർക്ക് അറിയാമോ? കുറേ കാലങ്ങൾ വരെ കുഴിയാനയ്ക്ക് ഭക്ഷണം ഇല്ലാണ്ട് ജീവിക്കാൻ കഴിയും. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് 1-2 വർഷം കഴിയുമ്പോൾ കുഴിയാനയ്ക്ക് എന്തു പറ്റുന്ന കൂട്ടുകാർക്ക് അറിയാമോ? അവരെ ഒരു പ്യൂപ്പയായി മാറും. കൂട്ടുകാരിപ്പോൾ ബട്ടർഫ്ലൈൻ്റെ ഒക്കെ പ്യൂപ്പനെ കണ്ടിട്ടുണ്ടാവുമല്ലേ? 1 മാസം കഴിയുമ്പോൾ വേറൊരു കാര്യം കൂടെ സംഭവിക്കും. എന്താണെന്നോ? അവർക്ക് ചിറക് മുളയ്ക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ഇത് തുമ്പിയല്ലേ? പക്ഷേ തുമ്പിയല്ല കേട്ടോ. അതിൻ്റെ പേരാണ് ആൻഡ് ലയൺ. ചില സ്ഥലങ്ങളിൽ കുഴിയാന തുമ്പി എന്ന് പറയുന്ന കാര്യം അതാണ്. ഈ ജീവി മണ്ണിലോ ഇലകളുടെ ഒക്കെ അടിയിലോ മുട്ടയിട്ട് വെക്കും. ആ മുട്ട വിരിഞ്ഞുണ്ടാവുന്നതാണ് നമ്മുടെ കുഴിയാന. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവയാണ് നമ്മുടെ കുഴിയാന. അപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായോ കാര്യങ്ങൾ? ആദ്യം മുട്ട വിരിയുന്നു, അതിൽ നിന്ന് നമ്മുടെ കുഴിയാന ഉണ്ടാവുന്നു. കുഴിയാന പ്യൂപ്പയായിട്ട് മാറുന്നു. എന്നിട്ട് കുഴിയാന തുമ്പിൻ്റെ ഷേപ്പുള്ള ആൻഡ് ലയനായി മാറുന്നു. കുഴിയാന തുമ്പിയായി കഴിഞ്ഞാൽ അതിനത്ര ആയുസില്ല കേട്ടോ. മുട്ട ഇടാൻ മാത്രമാണ് അതിൻ്റെ ജോലി. അപ്പോൾ ഇനി മുറ്റത്തിറങ്ങുമ്പോൾ കൂട്ടുകാർ കുഴിയാന ഉണ്ടെന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മൾ ഇത്തിരി കുഞ്ഞൻ കുഴിയാനേനെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബൈ ഫ്രം ചിക്കൂസ് വണ്ടർ വേൾഡ്.